ഹരേ കൃഷ്ണ. ഇന്നത്തെ ഉച്ചപൂജയ്ക്ക് ഭഗവാൻ ദാമോദരനായി ആണ് ശ്രീലകത്ത് വാഴുന്നത്. അമ്പാടിയിലെ ഉണ്ണിക്കണ്ണൻ്റെ വികൃതികളെ ഓർമ്മിപ്പിക്കുന്ന വിധത്തിലാണ് ഈ കളഭാലങ്കാരം. തടിച്ചു കുറുകിയ കാലുകളിൽ പൊൻതളകളുണ്ട്. അരയിൽ കിങ്ങിണിയും പട്ടുകോണകവും ഉണ്ട്. വയറിനു മുകളിലൂടെ ഒരു ചുവന്ന കയറിങ്ങനെ കെട്ടിയിട്ടിട്ടുണ്ട്. ആ കയറിൻ്റെ ഒരു തലപ്പ് ഇടതുഭാഗത്തുള്ള ഉരലുമായിട്ട് ബന്ധിപ്പിച്ചിട്ടുമുണ്ട്. ഉരലിലിങ്ങനെ കെട്ടിയിട്ടിരിക്കുന്ന ഭാവത്തിലാണ് കണ്ണൻ. അതുകൊണ്ടാണ് ദാമോദരൻ എന്ന് വിളിക്കുന്നത്. കയറുകൊണ്ട് ഉദരത്തിനെ ബന്ധിച്ചിട്ടുള്ള രൂപം, അതാണ് ദാമോദരൻ എന്ന് പറയുന്നത്. ഒരു കയ്യിൽ ഓടക്കുഴലും മറു കയ്യിൽ വെണ്ണയുമായി നിൽക്കുന്ന മനോഹരമായ ഭാവമാണ്. ബന്ധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും കയ്യിൽ ഓടക്കുഴലും ഉണ്ട്, വെണ്ണയുണ്ട്, മാറോട് ചേർത്ത് പിടിച്ചിരിക്കുകയാണ്. പുണ്യ കിരീടത്തിന് മുകളിൽ നന്ദ്യാർവട്ടപ്പൂക്കളും തെച്ചിപ്പൂക്കളും ചേർത്ത് വെച്ച് 2 മനോഹരമായിട്ടുള്ള തിരുമുടിമാലകളുണ്ട്. കഴുത്തിൽ താമരയും തുളസിയും ചേർന്ന് വലിയ ഉണ്ടമാലകൾ ചാർത്തിയിട്ടുണ്ട്. കൂടാതെ നന്ദ്യാർവട്ടവും ചുവന്ന തെച്ചിപ്പൂക്കളും ചേർത്ത മാലകളും ഭഗവാനെ ശോഭയുള്ളതാക്കുന്നുണ്ട്. നെറ്റിയിൽ സ്വർണ്ണഗോപി ചാർത്തിയുണ്ട്. ചെവിയിൽ ചെവിപ്പൂക്കൾ മിന്നിത്തിളങ്ങുന്നുണ്ട്. ദാമം എന്നാൽ കയറും, ഉദരം എന്നാൽ വയറുമാണ്. അപ്പോൾ അങ്ങനെയാണ് ദാമോദരൻ എന്ന പേര് കണ്ണന് കിട്ടിയത്. ഭൗതികമായ കയറുകളാൽ ബന്ധിക്കാൻ കഴിയാത്ത പരബ്രഹ്മം അമ്മയുടെ വാത്സല്യത്തിന് മുന്നിൽ സ്വയം ബന്ധനസ്ഥനാകുന്നു എന്നതാണ് ഇതിലെ സന്ദേശം. ഭഗവാൻ പരബ്രഹ്മം തന്നെയാണ്. ഒരു കയറുകൊണ്ടും ഭഗവാനെ ബന്ധിക്കാൻ കഴിയൂല. എന്നാലോ യശോദ അമ്മയുടെ ആ സ്നേഹ വാത്സല്യത്തിന് മുന്നിൽ സ്വയം ബന്ധിതനായി മാറുകയാണ് കണ്ണൻ ഉണ്ടായത്. ഞാൻ ഒരു വികൃതിയും കാണിക്കില്ല അമ്മേ എന്ന് ഭാവിക്കുന്ന ആ കള്ളച്ചിരി ഭക്തരുടെ എല്ലാ ദുഃഖങ്ങളെയും മാറ്റാൻ ഉതകുന്നത് തന്നെയാണ്. ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ വീണ് നമസ്കരിക്കുമ്പോൾ ലഭിക്കുന്ന ആത്മനിർവൃതി, ആ സ്നേഹം അനുഗ്രഹിക്കാൻ തയ്യാറായി നിൽക്കുന്ന നമ്മുടെ ഉണ്ണിക്കണ്ണൻ. വേറെ എന്താ നമുക്ക് വേണ്ടത്? നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ഭഗവാനെ സ്തുതിക്കാം. നാരായണ നാരായണ നാരായണ. കൃഷ്ണ ഗുരുവായൂരപ്പ.